Hi friends, ഇന്നത്തെ വീഡിയോയിൽ ഒരു ബീഡ് വർക്ക് നെക്ക് ഡിസൈൻ ആണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് എടുക്കുന്നത്. ഈ ഒരു 3 ടൈപ്പ് ബീഡ്സ് ആണ് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 5 ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ലൈൻ ഓൾറെഡി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതാണ്. ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 നീഡിലും ത്രെഡുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ 5 ലൈൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 നീഡിൽ ആദ്യം തന്നെ എടുത്തിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. ആദ്യം നീഡിൽ കുത്തിയെടുത്തിട്ട് പിന്നെ ബീഡ്സ് എല്ലാം അതിലേക്ക് കോർത്ത് വെച്ചിട്ടാണ് ഈ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ ചെയ്യുമ്പം നല്ല സ്പീഡിൽ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ നീഡിൽ കുത്തിയെടുത്തിട്ട് ഒരു ലൈനിൻ്റെ അത്രയും ലെങ്ത്തിൽ ബീഡ്സ് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ലൈനിൻ്റെ അത്രയും ലെങ്ത്തിൽ ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു നീഡിൽ താഴേക്ക് കുത്തിയെടുക്കുന്നില്ല. അതിന് പകരം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഈ നീഡിൽ അവിടെ കുത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ബാക്കി ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ നീഡിൽ താഴേക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ ലൈൻസിലും ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് വേറൊരു നീഡിൽ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ പറ്റും. ഇപ്പം ഞാനൊരു ലൈനിൽ മാത്രമാണ് ചെയ്യുന്നത്. ഇനി വേറൊരു നീഡിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ സ്പീഡിൽ ഇത് ചെയ്ത് തീർക്കാൻ പറ്റും. ഇതുപോലെ ലൈൻസ് മാത്രം ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് വേറെ ബീഡ്സ് ഒന്നും എടുത്തുകൊണ്ട് വരണ്ടാത്തതുകൊണ്ട് വേഗം തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇടയ്ക്ക് വെച്ചിട്ട് വേറെ ബീഡ്സും കൂടി സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് അതിനുള്ള ടൈമും കൂടി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ലൈൻ മാത്രമാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ഇതുപോലെ ലൈനായിട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഒരു 5-6 ബീഡ്സ് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നീഡിലെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പോയാലും മുഴുവൻ ബീഡ്സും പോകാതെ നിൽക്കും. ഇവിടെ ഇപ്പോൾ ഒരു ലൈൻ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ബീഡ്സ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ലെങ്ത്തിലാണ് എടുത്തതെങ്കിലും ഇടയ്ക്ക് ഇതുപോലെ ബീഡ്സൊക്കെ വെച്ച് കൊടുത്തത് കൊണ്ട് കുറച്ച് ബീഡ്സ് എക്സ്ട്രാ വരും. അപ്പം അതും കൂടെ നമ്മൾ മാറ്റിയിട്ടാണ് ഇനി താഴേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഫിക്സ് ചെയ്യേണ്ടത്.
ഇപ്പോൾ ഇവിടെ 2 ലൈൻ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ലൈൻസും കൂടെ ഇതുപോലെ തന്നെ ചെയ്ത് തീർക്കണം. നല്ല എളുപ്പത്തിൽ സ്പീഡിൽ ചെയ്യാൻ പറ്റും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്താൽ. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും. ഈസി മെത്തേഡാണ്. ഇത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം.